നമസ്കാരം. ആധുനിക മനുഷ്യൻ കൃത്രിമ വെളിച്ചത്തിൻ്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രാത്രിയെ പകലാക്കുന്ന നഗരവിളക്കുകളും വ്യവസായശാലകളും കാരണം ഭൂമിയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്ന് യഥാർത്ഥ ഇരുണ്ട ആകാശമെന്നത് അപൂർവമായൊരു കാഴ്ചയായി മാറിയിരിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ അനുസരിച്ച് ലോക ജനസംഖ്യയുടെ 80% ആളുകളും ജീവിക്കുന്നത് പ്രകാശ മലിനീകരണം കടുത്ത തോതിലുള്ള ആകാശത്തിന് കീഴിലാണ്. വൻ നഗരങ്ങളിൽ വസിക്കുന്നവർക്ക് രാത്രികാലങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള ഏതാനും നക്ഷത്രങ്ങളെ അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ വിസ്മയങ്ങൾ കാണാൻ സാധിക്കാറില്ല. പ്രകാശ മലിനീകരണം പ്രകൃതിയുടെ സ്വാഭാവിക താളത്തെ തെറ്റിക്കുകയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഭൂമിയുടെ ചില ഉൾപ്രദേശങ്ങളിലും ഉയർന്ന മലനിരകളിലും മരുഭൂമികളിലും ഇന്നും പ്രകൃതിദത്തമായ ഇരുണ്ട ആകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്രജ്ഞർക്കും നക്ഷത്ര നിരീക്ഷകർക്കും ഒരേപോലെ പ്രത്യാശ നൽകുന്ന ഭൂമിയിലെ ഏറ്റവും മികച്ച 10 നക്ഷത്ര വീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഭൂമിയിലെ നക്ഷത്ര നിരീക്ഷണത്തിന് സ്വർണ്ണ നിലവാരമായി കണക്കാക്കുന്നത് വടക്കൻ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റക്കാമ മരുഭൂമിയാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഇരുണ്ട പ്രദേശങ്ങളിലൊന്നായി ഇവിടെ ചില പ്രദേശങ്ങളിൽ ദശാബ്ദങ്ങളായി മഴ പോലും പെയ്തിട്ടില്ല. ഉയർന്ന ഭൂപ്രകൃതിയും മേഘങ്ങളോ ഈർപ്പമോ ഇല്ലാത്ത തെളിഞ്ഞ ആകാശവും കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഇതിലും മികച്ച മറ്റൊരു ഇടമില്ല. ലോകപ്രശസ്തമായ അൽമ, യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി തുടങ്ങിയ അത്യാധുനിക നിരീക്ഷണശാലകൾ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചന്ദ്രനില്ലാത്ത രാത്രികളിൽ അറ്റക്കാമിലെ ആകാശത്ത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ അത്രമേൽ തിളക്കത്തോടെ ദൃശ്യമാകാറുണ്ട്. ഈ വെളിച്ചം കാരണം നിലത്ത് നേരിയ നിഴലുകൾ പോലും ഉണ്ടാകാറുണ്ട് എന്നത് അതിശയകരമായ വസ്തുതയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമേറിയ മരുഭൂമികളിലൊന്നായ നമീബിയയിലെ നബീബ് മരുഭൂമിയാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. വളരെ കുറഞ്ഞ ജനസാന്ദ്രതയും നഗരവൽക്കരണത്തിൻ്റെ കുറവും ഈ പ്രദേശത്തെ ആകാശത്തെ പ്രകാശ മലിനീകരണത്തിൽ നിന്നും പൂർണ്ണമായും കാത്തുസൂക്ഷിക്കുന്നു. തെക്കേ അർദ്ധഗോളത്തിലെ ആകാശ കാഴ്ചകൾ ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഇവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വലിയ മാഗ്നറ്റിക് മേഘങ്ങളും ചെറിയ മഗലനിക് മേഘങ്ങളും എന്നറിയപ്പെടുന്ന 2 കുള്ളൻ ഗാലക്സികളെ കാണാൻ സാധിക്കും. അമേരിക്കയിലെ ഹവായിലുള്ള മൗന കിയ എന്ന അഗ്നിപർവ്വത മലനിരയാണ് വടക്കേ അർദ്ധഗോളത്തിലെ ഏറ്റവും മികച്ച കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 4200-ലധികം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി ഭൂമിയിലെ ഭൂരിഭാഗം മേഘപടലങ്ങൾക്കും അന്തരീക്ഷ ഈർപ്പത്തിന് മുകളിലാണ് നിലകൊള്ളുന്നത്. ഇത് ശാസ്ത്രജ്ഞർക്ക് ബഹിരാകാശത്തേക്ക് തികച്ചും സുതാര്യവും സുസ്ഥിരവുമായൊരു ജാലകം തുറന്നു നൽകുന്നു. നിരവധി അന്താരാഷ്ട്ര ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ മലമുകളിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ 5000-ലധികം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഒറക്കി മക്കൻസി അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ റിസർവ് രാത്രികാല ഇരുട്ടിൻ്റെ സംരക്ഷണത്തിൽ വലിയ മാതൃകയാണ്. കൃത്രിമമായ പുറം വിളക്കുകൾക്ക് ഇവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയാത്ത തെക്കൻ ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളെയും ഗ്രഹങ്ങളെയും ഇവിടെ അതീവ വ്യക്തതയോടെ ദൃശ്യമാകും. കാനഡയിലെ ആൽബർട്ടയിലുള്ള ജാസ്പർ നാഷണൽ പാർക്കിനുള്ളിലെ ജാസ്പർ ഡാർക്ക് സ്കൈ റിസർവ് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിത നക്ഷത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പർവ്വതനിരകളുടെ ഭംഗിയും പ്രകാശ മലിനീകരണമില്ലാത്ത ആകാശവും ഒത്തുചേരുന്ന ഇവിടെ വർഷം തോറും നിരവധി ജ്യോതിശാസ്ത്ര ഉത്സവങ്ങളും ഉൽക്കാവർഷ നിരീക്ഷണങ്ങളും നടക്കാറുണ്ട്. യൂറോപ്പിൽ ജനസാന്ദ്രതയേറിയ UK പോലും സ്കോട്ട്ലൻഡിലെ ഗലോവ ഫോറസ്റ്റ് പാർക്ക് കനത്ത ഇരുളടഞ്ഞ ആകാശം സമ്മാനിക്കുന്നുണ്ട്. ഒരു ഡാർക്ക് സ്കൈ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ അനുകൂലമായ രാത്രികളിൽ 5000-ലധികം നക്ഷത്രങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രം കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ യൂറോപ്യൻ നഗരങ്ങളിൽ നിന്ന് 100-ലധികം നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ എന്നതിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാകും. അയർലൻഡിൻ്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള കെറി അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ റിസർവും സമാനമായ രീതിയിൽ പ്രകൃതിദത്തമായ ഇരുട്ടിനെ സംരക്ഷിക്കുന്ന ഇടമാണ്. വിദൂരമായ ഭൂപ്രകൃതിയും കുറഞ്ഞ കൃത്രിമ വെളിച്ചവും കാരണം വർഷത്തിൽ ഭൂരിഭാഗം സമയത്തും ഗ്രഹങ്ങളെയും ക്ഷീരപഥത്തെയും ഇവിടെ ദർശിക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിയാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച നക്ഷത്ര വീക്ഷണ കേന്ദ്രം. ഉയർന്ന ഭൂപ്രകൃതിയും നേർത്ത വായുവും കുറഞ്ഞ ഈർപ്പവും കാരണം പ്രൊഫഷണൽ നിരീക്ഷണശാലകൾക്ക് തുല്യമായ ആകാശ കാഴ്ചയാണ് ഇവിടെ ലഭിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലാത്ത ഇവിടുത്തെ ചില ഉൾപ്രദേശങ്ങളിലും ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പടർന്നു കിടക്കുന്ന ക്ഷീരപഥത്തിൻ്റെ ദൃശ്യം അതിമനോഹരമാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ചെറി സ്പ്രിംഗ് സ്റ്റേറ്റ് പാർക്ക് അമച്വർ ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. കനത്ത വനങ്ങളെ ചുറ്റപ്പെട്ട ഈ പാർക്ക് വൻ നഗരങ്ങളിൽ നിന്ന് വളരെ ആയതിനാൽ നെബുലകൾ, ഗാലക്സികൾ, സ്റ്റാർ ക്ലസ്റ്ററുകൾ എന്നിവ നിരീക്ഷിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു. ഓസ്ട്രേലിയയിലെ ജനവാസം കുറഞ്ഞ ഔട്ട്ബാക്ക് പ്രവിശ്യയും ഭൂമിയിലെ ഏറ്റവും ഇരുണ്ട പ്രദേശങ്ങളിലൊന്നാണ്. ഉലുരുവിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ഉൾക്കാടുകളും ദക്ഷിണാർദ്ധഗോളത്തിലെ ആകാശത്തിലെ അത്ഭുത കാഴ്ചകളും ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രഭാഗവും വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. നഗരങ്ങൾ അതിവേഗം വികസിക്കുകയും LED ഉൾപ്പെടെയുള്ള കൃത്രിമ വിളക്കുകൾ വ്യാപകമാക്കുകയും ചെയ്യുന്നതോടെ പ്രകാശ മലിനീകരണം ആഗോളതലത്തിൽ വലിയൊരു ഭീഷണിയായി മാറുകയാണ്.
മനുഷ്യന് പ്രകൃതിയുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ജീവജാലങ്ങളുടെ പ്രജനനത്തെയും ദേശാടന പക്ഷികളുടെ ദിശാനിർണയത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു. ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ മങ്ങിയ പ്രകാശമുള്ള വിദൂര വസ്തുക്കൾ നിരീക്ഷിക്കാനും ഇത്തരം കണ്ടെത്തലുകൾ നടത്താനും ഇരുണ്ട ആകാശം അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിലാണ് ഡാർക്ക് സ്കൈ റിസർവുകളുടെയും കൺസർവേഷൻ സൊസൈറ്റികളുടെയും പ്രാധാന്യം വർദ്ധിക്കുന്നത്. വരും തലമുറകൾക്ക് പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങൾ നേരിട്ട് കണ്ടറിയാനുള്ള അവസരം നിലനിർത്താനും മനുഷ്യൻ്റെ ബഹിരാകാശ ജാലകം അടഞ്ഞു പോകാതിരിക്കാനും ഇത്തരം അപൂർവമായ ഇരുണ്ട മേഘങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ടത് ഭൂമിയുടെയും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.